my dears, welcome back to our YouTube channel. Deepavali ka aduthu vannu alle. Appo innu velliyazha special aayittu nammal Diwali special sweet aanu undaakkunathu. Appo Karachi Halwa ennu palarum kettittundavu alle. Orange allengil manja, pacha pala nerathil namukku Karachi Halwa കഴിക്കാനായിട്ട് കിട്ടും. ഇന്ന് എങ്ങനെയാണ് ഒരു അടിപൊളി കറാച്ചി ഹൽവ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കാനാണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മെയിൻ ആയിട്ട് നമുക്ക് കോൺഫ്ലോർ ആണ് വേണ്ടത്, പിന്നെ പഞ്ചസാര, പിന്നെ കളറിന് വേണ്ടിയിട്ട് ഒന്നില്ലെങ്കിൽ പച്ച, ഓറഞ്ച്, മഞ്ഞ ഈ നിറത്തിലാണ് സാധാരണ കറാച്ചി ഹൽവ കാണാറുള്ളത്. കുറച്ചിങ്ങനെ ഞെങ്ങുമ്പോൾ നല്ല ഒരു മാഷ്മെല്ലോ ലുക്കുള്ള ഒരു ടൈപ്പ് ഹൽവയാണ് ഇത് കേട്ടോ. അപ്പോൾ ഇത് ഫ്രൈഡേ സ്പെഷ്യൽ ആയ കാരണം കൊണ്ട് ഒരു സ്വീറ്റ് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. നമ്മൾ മുന്നേ പഞ്ചാബി സമോസ ചെയ്തിട്ടുണ്ടായിരുന്നു ദിവാലി സീരീസിൽ. അപ്പോൾ അത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ലാസ്റ്റ് നമുക്ക് അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും, അതിൽ ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾക്ക് വീഡിയോ കാണാം കേട്ടോ. പിന്നെ അതേപോലെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് അല്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. കുഞ്ഞ് ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വരും. അതുപോലെ തന്നെ എൻ്റെ വീഡിയോസ് ബാക്കിയുള്ളവർക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്തിട്ട് അവരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണം, വീഡിയോസ് ഒക്കെ കാണാൻ പറയണം. അതേപോലെ തന്നെ ഉണ്ടാക്കുന്ന റെസിപ്പീസ് ഒക്കെ ട്രൈ ചെയ്യാൻ പറയണം. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഒരു അടിപൊളി കറാച്ചി ഹൽവ ഈ ദിവാലിക്ക് ഉണ്ടാക്കാൻ നോക്കാം. ഹൽവ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് കോൺഫ്ലവർ എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ കപ്പിൻ്റെ അളവിൽ തന്നെയാണ് ഞാൻ വെള്ളത്തിൻ്റെ അളവ് എടുക്കണം. അപ്പോൾ ഒരു കപ്പ് കോൺഫ്ലവറിന് ഒരു കപ്പ് വെള്ളം. അപ്പോൾ ഈ വെള്ളത്തിൽ ഈ കോൺഫ്ലവർ നമ്മൾ നന്നായി അലിയിച്ച് വെക്കണം. അപ്പം നന്നായി ഡിസോൾവ് ചെയ്ത് ഇതേപോലൊരു ഹാൻഡ് വിസ്കർ ഉണ്ടെങ്കിൽ അത് വെച്ച് ഇളക്കുകയായിരിക്കും നല്ലത്. കാരണം ആ കട്ടകളൊക്കെ പെട്ടെന്ന് ഉടഞ്ഞ് കിട്ടി നന്നായി കലങ്ങി കിട്ടും. അതവിടെ മാറ്റി വയ്ക്കാം. നമുക്കിനി ഇതിലേക്ക് പഞ്ചസാര, ഞാനിവിടെ ഒരു 1.25 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇതൊരു മീഡിയം മധുരമാണ്. നിങ്ങൾക്ക് മധുരം കുറച്ചും കൂടി വേണമെന്നുണ്ടെങ്കിൽ കൂട്ടാം കേട്ടോ. അപ്പോൾ മധുരം അതിന് പാകത്തിനനുസരിച്ചിട്ട്, പിന്നെ നെയ്യ് 1/4 കപ്പും, പിന്നെ ഡ്രൈ നട്ട്സ്, അത് ബദാമും അണ്ടിപ്പരിപ്പും അരിഞ്ഞു വെച്ചത്, പിന്നെ ഏലക്കായ പൊടിയാണ്, ഇത് പൊടിച്ചതല്ല കേട്ടോ നേരത്തെ കാണിച്ചത്. പിന്നെ റോസ് വാട്ടർ, ഒരു അര മുറി നാരങ്ങ, പിന്നെ അതേപോലെ തന്നെ ഓറഞ്ച് കളർ കിട്ടാൻ വേണ്ടി ഇപ്പോൾ കളർ ഏത് കളർ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഈ ഹൽവ ഉണ്ടാക്കുന്നത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ്. 1.25 കപ്പ് പഞ്ചസാരയിൽ ഞാനൊരു അര കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അതേപോലെ ഓറഞ്ചിൻ്റെ കളറും ഒരു പകുതി നാരങ്ങ എന്നുള്ള നീരും. അപ്പോൾ ഇത് കുരു പെടാതെ നോക്കണം. ഞാനിപ്പോൾ അത് കുരു ഇല്ലയെന്ന് വിചാരിച്ചിട്ടാണ് അത് പിഴിഞ്ഞത്, പക്ഷെ ഒരു എണ്ണ വീണുപോയി. അപ്പോൾ ഈ പഞ്ചസാര വെള്ളത്തിൽ നന്നായി അലിയിച്ചെടുക്കണം. അപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വേണം ആദ്യം വെക്കാൻ. കാരണം പഞ്ചസാര നന്നായി അലിഞ്ഞിട്ട് നന്നായി തിളച്ച് വരുന്ന സമയത്ത് മാത്രമേ നമ്മളതിനെ ലോ ഫ്ലെയിമിലേക്ക് ആക്കുക. ഹൈ ഫ്ലെയിമിൽ ഇടാനേ പാടില്ല. അപ്പോൾ നന്നായി ഇളക്കിയിട്ട് ആ പഞ്ചസാര അലിയാൻ വരെ ഇളക്കുക. അതിനുശേഷം പതുക്കെ നമ്മൾ ഈ പഞ്ചസാര പാനി നന്നായി തിളച്ച് വരുന്ന സമയമാകുമ്പോൾ അതിനെ ലോ ഫ്ലെയിമിലേക്ക് തീ കുറച്ചിടുക. അതിന് ശേഷം നമ്മളിവിടെ ഓൾറെഡി കലക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലവറിൻ്റെ മിക്സില്ലേ, അപ്പോൾ കോൺഫ്ലവർ അവിടെ ഇരിക്കും തോറും താഴെ ഭാഗത്ത് വന്ന് സെറ്റിലാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ട് കലക്കിയതിന് ശേഷം കുറച്ച് കോൺഫ്ലവർ ഒഴിച്ചിട്ട് ഈ സിറപ്പ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒറ്റയടിക്ക് മുഴുവൻ ഒഴിക്കണേക്കാൾ കുറച്ച് കോൺഫ്ലവർ ആയിട്ട് ഒഴിച്ച് മിക്സ് ചെയ്യാണ് നല്ലത്. അപ്പോൾ ഈ സമയത്ത് തീ ലോ ഫ്ലെയിമിലാണ് ഉള്ളത്. ഇനി നമുക്ക് ആകെയുള്ള പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നന്നായി കട്ടയാവുന്നത് വരെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ ആക്ച്വലി ഇത് ഉണ്ടാക്കാനായിട്ട് എൻ്റെ ടോട്ടൽ എടുത്ത സമയം എന്ന് പറഞ്ഞാൽ 20 മിനിറ്റാണ്. ഈ ഇളക്കണതും എല്ലാം കട്ടിയാവുന്നതും എല്ലാം കൂടെ എടുത്ത സമയം 20 മിനിറ്റാണ് കേട്ടോ. അപ്പോൾ ഇളക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് കാണാം ചെറിയ കട്ടകളായിട്ട് ഇങ്ങനെ വരുന്നത്. അപ്പോൾ അത് കൈ വിടാതെ നന്നായി ഇളക്കിക്കൊണ്ടിരുന്നാൽ മാത്രം മതി കേട്ടോ. വേറെ ഒന്നും ഇപ്പോൾ ചെയ്യാനില്ല. കട്ടകൾ നന്നായി നല്ല ഹാർഡായിട്ട് വരുന്നതിനനുസരിച്ച് നമ്മുടെ ഹൽവ റെഡിയാവും. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് കട്ടയായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് കൈ വിടാതെ നന്നായിട്ട് ഇളക്കുക എന്നുള്ളൊരു പണി മാത്രമേ ഉള്ളൂ കേട്ടോ. നന്നായിട്ട് തിക്കായിട്ട് ഇതെല്ലാം കൂടി ഇപ്പോൾ അത്
പടർന്ന് പോവല്ലേ, അതുപോലെ അല്ലാണ്ട് നന്നായിട്ട് കട്ടയായിട്ട് ഒറ്റൊരു ഏകദേശം ഇളക്കുമ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് ഇളകുന്ന പോലെ വരണം. അപ്പോൾ ആ വാട്ടർ കണ്ടൻറ്റൊക്കെ നന്നായി പോയിട്ട് നല്ലൊരു കട്ടിയുള്ളൊരു മിക്സ്ചർ പോലെ വരുന്നത് വരെ നന്നായി ഇളക്കി കൊടുക്കുക കേട്ടോ. ഇതിലാകെ ഈ ഇളക്കണ ഒരു പണി മാത്രമേ ഉള്ളൂ കുറച്ച് സമയം എടുക്കുന്നത്. പക്ഷേ എങ്ങനെ പോയാലും ഒരു 20 മിനിറ്റിൽ നമുക്ക് ഈ ഹൽവ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ആകെ എനിക്കൊരു 20-25 മിനിറ്റ് മാക്സിമം എടുത്തിട്ടുണ്ടാവുള്ളൂ. 20 മിനിറ്റാണ് ഞാൻ നോക്കിയപ്പോൾ കിട്ടിയ സമയം കേട്ടോ. അപ്പോൾ ഇത് നന്നായി ഇളക്കുക. സൈഡിൽ നിന്നൊക്കെ വിട്ടു പോരാനായിട്ട് നമുക്കിങ്ങനെ തുടങ്ങുന്നത് കാണാൻ പറ്റുന്നുണ്ട് കണ്ടോ. അപ്പോൾ ഇത് കറക്റ്റ് ആ വെള്ളത്തിൻ്റെ അംശം നന്നായി പോയി അത് നന്നായിട്ട് കട്ടയാവുമ്പോൾ താഴ്ഭാഗത്തു നിന്ന് ഇങ്ങനെ സൈഡിൽ നിന്നും താഴ്ഭാഗത്തു നിന്നൊക്കെ ഇങ്ങനെ വിട്ടു പോരും. അപ്പോൾ കണ്ടോ അത് ഏകദേശം നല്ല കട്ടിയായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 1/4 കപ്പ് നെയ്യാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. ഒറ്റയടിക്ക് ചേർക്കണേക്കാൾ കുറച്ച് ആയിട്ട് ചേർക്കുക. അപ്പോൾ നന്നായിട്ട് ഈ ഹൽവയുടെ ഉള്ളിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ നെയ്യ് ഒഴിക്കുമ്പോൾ നല്ല പോലെ കൂടിയ പോലെ തോന്നും. പക്ഷേ എങ്ങനെ പോയാലും നമ്മൾ ഈ ഒഴിക്കുന്ന നെയ്യ് ഈ ഒരു ഹൽവയുടെ മിക്സ്ചറിലേക്ക് ഉള്ളിലേക്ക് പിടിക്കും. അപ്പോൾ അതുകൊണ്ട് നെയ്യ് കൂടുതലായി പോയൊന്നും മേടിക്കേണ്ട. ഇനി നിങ്ങൾക്ക് നെയ്യ് അത്രയും വേണ്ടാന്നുണ്ടെങ്കിൽ അത്രയും ഒഴിക്കണം എന്നില്ല. ഇപ്പോൾ ഒരു 2 പ്രാവശ്യം ഒഴിക്കുന്നത്, അപ്പോൾ 2 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ കഷ്ടിയായി പോകും. അപ്പോൾ 2 ടേബിൾ സ്പൂൺ ഒഴിച്ചാൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. അപ്പോൾ ഞാനൊരു 1/4 കപ്പാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഓരോ തവണയും ഒഴിക്കുമ്പം നമ്മൾ ഇതേപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് നന്നായിട്ട് പിടിക്കും. അപ്പോൾ നേരത്തെ നമ്മൾ ഒഴിച്ച നെയ്യിൻ്റെ അത്രയും അംശമില്ല കണ്ടോ. അപ്പോൾ അത് ഉള്ളിലേക്ക് ഇങ്ങനെ പിടിച്ച് അത് വലിഞ്ഞ് പോകുന്നുണ്ട്. പിന്നെ ദീപാവലി പിന്നെ സ്വീറ്റ്സ് ഒക്കെ ആകുമ്പം എന്തായാലും നെയ്യും അതുപോലെ മധുരമൊക്കെ ഒരുപാട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതല്ലേ. പിന്നെ ഞാനിവിടെ 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുള്ളൂ. കാരണം വല്ലാതെ മധുരം എനിക്കിഷ്ടമില്ലാത്ത കാരണം കൊണ്ട് ഞാൻ 1/4 കപ്പ് പഞ്ചസാര എടുത്തത്. നിങ്ങൾക്ക് അത്യാവശ്യം നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ 1.5 കപ്പ് വരെ എടുക്കാം കേട്ടോ. അപ്പോൾ ഒരു 3/4 കപ്പ് വെള്ളം ഒഴിച്ചോളോ പഞ്ചസാര പാനിയിലേക്ക്. അപ്പോൾ നമ്മൾ നെയ്യ് മുഴുവനായിട്ട് ആഡ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പാത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ചുറ്റിനും ഒന്നും പിടിച്ചിട്ടൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ പാകം എങ്ങനെ അറിയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഏകദേശം ഇത് പാകമായി വന്നിട്ടുണ്ട്. ആ നെയ്യൊന്ന് അതിലേക്ക് പിടിക്കണം എന്നുള്ളൂ. നമ്മളിത് ഈ ഒരു ഹൽവയുടെ മിക്സ്ചർ കയ്യിലേക്ക് ഇങ്ങനെ എടുക്കുമ്പോൾ ചെറിയൊരു ഉണ്ടയായിട്ട് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മുടെ ഹൽവ പാത്രത്തേക്ക് മാറ്റാൻ റെഡി ആയി എന്നാണ് കേട്ടോ അർത്ഥം. ഇപ്പോൾ കണ്ടോ സൈഡിലൊന്നും പിടിച്ചിട്ടില്ല. നമ്മൾ ഇളക്കുമ്പോൾ അതൊരൊറ്റൊരു കട്ടയായിട്ട് വരുന്നുണ്ട് നമുക്ക്. അപ്പോൾ ഇതിനർത്ഥം നമ്മുടെ ഹൽവ റെഡിയായി എന്നാണ്. അപ്പോൾ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്കിനി വേഗം എന്ത് ചെയ്യണം, ഏലക്കായപ്പൊടി ഒരു 1/4 ടീസ്പൂൺ ഏലക്കായപ്പൊടി ചേർക്കുക. അതേപോലെ തന്നെ പിന്നെ ചേർക്കേണ്ടത് ഡ്രൈ നട്ട്സാണ്. അത് നിങ്ങൾക്കിപ്പോൾ ബദാം അണ്ടിപ്പരിപ്പ് ഒക്കെ ചേർക്കാം. ഞാനിവിടെ അണ്ടിപ്പരിപ്പും ബദാമും എടുത്തിട്ടുണ്ട്. കുറച്ച് വീതം എടുത്തിട്ട് നീളത്തിലിങ്ങനെ അരിഞ്ഞെടുത്തു എന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതേപോലെ ഏലക്കായ മുഴുവനോടെ ഇടരുത്, അത് നന്നായി പൊടിച്ചിട്ട് വേണം ഇടാനായിട്ട്. ചതച്ചാലും മതി. അതിൻ്റെ ഏലക്കായൻ്റെ തൊണ്ടല്ല, അതിൻ്റെ ഉള്ളിലുള്ള കുരുവാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ ഏതിട്ടാലും നന്നായിട്ട് മിക്സ് ചെയ്യാൻ ഓർക്കുക. കാരണം എല്ലാ ഭാഗത്തേക്കും നമ്മളുടെ ഹൽവയുടെ ഇതിലേക്ക് എല്ലാ ഭാഗത്തേക്കും ഫ്ലേവർ എത്തണമല്ലോ. അപ്പോൾ ഞാൻ ഏലക്കായ ഇട്ടിട്ടുണ്ട്. ഇനി അടുത്ത് ഇടാൻ പോണത് ഡ്രൈ നട്ട്സാണ്, ബദാമും അണ്ടിപ്പരിപ്പും. അതേപോലെ തന്നെ 1 ടീസ്പൂൺ റോസ് വാട്ടർ നമുക്ക് ഒഴിക്കാം. അതൊരു റോസ് വാട്ടറും കൂടി ഒഴിക്കുമ്പം ആ ഒരു ഹൽവയുടെ കറക്റ്റ് ഫ്ലേവറും നല്ലൊരു സ്വീറ്റ് സ്മെല്ലും വരും. കണ്ടോ എനിക്ക് കൈ കൊണ്ട് എടുക്കാൻ പറ്റുന്നുണ്ട്. നല്ല അത്യാവശ്യം ചൂടുണ്ടെന്നുണ്ടെങ്കിൽ പോലും ഒരു ഉണ്ടയായിട്ട് വരുമ്പോൾ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ കറക്റ്റായി. ഇനി ഒരുപാട് നേരം നമുക്ക് തീയിൽ വെക്കേണ്ട ആവശ്യമില്ല. ഇളക്കി കൊടുത്ത് ഞാൻ എന്തുകൊണ്ടാണ് അത് മുഴുവൻ കാണിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല വീഡിയോസിലും ഞാൻ കണ്ടിട്ടുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്ന് കട്ടയാകുന്നതൊന്നും കറക്റ്റായിട്ട് ക്ലിയറായിട്ട് കാണിക്കാറില്ല. അപ്പോൾ ഞാൻ എന്തായാലും വീഡിയോ എടുക്കുമ്പോൾ നിങ്ങൾ ഉണ്ടാക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവണ്ടേ ഏതൊരു രീതിയിലെത്തുമ്പോഴാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യേണ്ടതെന്ന്. അത് കാരണം കൊണ്ടാണ് വീഡിയോ ഒത്തിരി ലെങ്ത് ആയി പോയത്. അപ്പോൾ നമ്മളെല്ലാം റെഡിയായി മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാത്രത്തേക്ക് മാറ്റണം. അപ്പം ഞാനിവിടെ സ്ക്വയർ പാത്രത്തിൽ ഒരു ബട്ടർ പേപ്പറോ അല്ലെങ്കിൽ ബട്ടറും തേച്ചിട്ട് ഒരു ഇതാണ് വെച്ചിരിക്കണം. അതിലേക്ക് നമുക്ക് ഈ ഹൽവ മാറ്റി വയ്ക്കാം. ഇത് ചൂടാറി കഴിഞ്ഞാൽ മാത്രമേ കഴിക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഈ പാത്രത്തേക്ക് സ്ക്വയറിലേക്ക് എന്താ മാറ്റണമെന്ന് വെച്ചാൽ ഹൽവയുടെ ഷേപ്പ് ഒരു സ്ക്വയർ ഷേപ്പ് ആണല്ലോ. ആ ഒരു ഇത് വെച്ചിട്ട് അങ്ങനെ സ്ക്വയർ ഷേപ്പുള്ള പാത്രത്തേക്ക് ആക്കിയെന്നുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാത്രത്തേക്ക് നിങ്ങൾക്ക് മാറ്റാം. ഹൽവ നന്നായി ചൂടാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതൊരു പ്ലാസ്റ്റിക് ഓവനിൽ വെക്കണ പോലത്തെ പാത്രമായ കാരണം കൊണ്ടാണ് ഇങ്ങനെ വിട്ടു പോരുന്നത് കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ സൈഡിൽ ബട്ടർ തേച്ചാലും അങ്ങനെ ഒട്ടിപ്പിടിക്കൊന്നുമില്ല. അത് നമുക്ക് വേറൊരു പാത്രത്തേക്ക് കമത്തിയെടുക്കാം. കണ്ടോ താഴെയുള്ള ബട്ടർ പേപ്പറും ഓയിലും ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ബട്ടർ പേപ്പർ പതുക്കെ നമുക്ക് എടുക്കാം.
ഇതൊരു ദീപാവലി സ്പെഷ്യലായ കാരണം കൊണ്ടാണ് നല്ല നെയ്യിലും നല്ല മധുരത്തിലൊക്കെ വേണ്ട ഒരു ഡെസേർട്ട് അല്ലെങ്കിൽ ഒരു സ്വീറ്റ് ഉണ്ടാക്കാനായിട്ട്. ഇനി നമുക്കിത് ആക്ച്വലി മുറിച്ചെടുക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള വലിപ്പം വെച്ചിട്ട് മുറിച്ചെടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഏകദേശം ഒരു മീഡിയം നമ്മുടെ കടയിലൊക്കെ കാണുന്ന പോലെ ഒരു കഷ്ണത്തിലുള്ള അത്രത്തോളം വീതി വലിപ്പമുള്ളൊരു കഷ്ണമായിട്ടാണ് മുറിച്ചെടുക്കുന്നത്. അപ്പോൾ ഇത്തവണത്തെ ദീപാവലി സ്പെഷ്യൽ സ്വീറ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഇതേപോലത്തെ റെസിപ്പീസൊക്കെ ട്രൈ ചെയ്യാവുന്നുള്ളൂ. ഞാൻ പറഞ്ഞില്ല, ആകെ 20 മിനിറ്റൊക്കെ വേണ്ടു നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. കോൺഫ്ലവറും വേണം മെയിനായിട്ട്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ നല്ല നല്ല ഇൻട്രസ്റ്റിംഗ് റെസിപ്പീസ് നമ്മുടെ ചാനലിലുണ്ട്. നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വീഡിയോസിൻ്റെ ലിങ്ക്സും അതേപോലെ ചാനലിൽ പോയി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ റെസിപ്പീസൊക്കെ കാണാം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുന്നൊക്കെ വിചാരിക്കുന്നു. നമ്മളുടെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് പേജസൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയതായിട്ട് വന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണം. കൂടെ ആ കുഞ്ഞ് ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ദിവാലി. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.